രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഈ അടുത്തിടെയായിട്ട് കൊടും തണുപ്പായിട്ട് പോലും ഞാൻ എന്നും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഈ നടക്കാൻ പോകുന്നത്. അത് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമല്ല. എൻ്റെ ഇപ്പോഴത്തെ മോർണിംഗ് വാക്ക് ഒരു ചെറിയ ബേർഡ് വാച്ചിങ് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് കണ്ടോ, ഇത് ഓസ്ട്രേലിയൻ ടർക്കിയാണ്. ടർക്കി ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാടുണ്ട് കേട്ടോ, ആണും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. കോഴിയുടെ വേറൊരു വേർഷൻ, ഒരാണും കുറേ പെണ്ണുങ്ങളും. ഈ വരുന്ന ആശാനാണ് മെയിൽ ടർക്കി. ടർക്കി മാത്രമല്ല കേട്ടോ, ഇത് കണ്ടോ, ഇത് ക്രസ്റ്റഡ് പീജൺ ആണ് ഗൂഗിൾ ചേച്ചി പറഞ്ഞത്. ഇവര് വെള്ളമുള്ള പ്രദേശത്താണ് കൂടുതലും കാണാറ്, കാരണം ഇവർക്ക് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ കൊക്കാട്ടു, സൾഫർ ക്രസ്റ്റഡ് കൊക്കാട്ടു എന്നാണേ പറഞ്ഞത്. ഇവർക്ക് 70 വർഷം വരെ ജീവിക്കാമെന്നാണ് പറയുന്നത്. ചുമ്മാ ഒന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്നു വേറൊരെണ്ണം. ഒട്ടും താമസിച്ചില്ല, അപ്പോൾ തന്നെ ഗൂഗിളിനോട് ചോദിച്ചു. ഇത് വൈറ്റ് ഫേസ്ഡ് ഹെറോൺ ആണ് കേട്ടോ. ഇതൊക്കെ ഓസ്ട്രേലിയയിലും പാപ്പാ ന്യൂ ഗിനിയയിലും ഒക്കെ കോമൺ ആണ്. പക്ഷെ ഞാൻ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സൂവിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടില്ല ഞാൻ വായി നോക്കി നിൽക്കുന്നത്. ഇത് ഓസ്ട്രേലിയൻ വൈറ്റ് ഐബിസ്. ഇത് ശരിക്കും വെറ്റ്ലാൻഡ്സിലൊക്കെയാണ് കാണാറ്. പക്ഷെ ഇപ്പം അവിടെ ഇവിടെയും കാണുന്നതുകൊണ്ട് ആളുകൾ കൊളോക്കിയലായിട്ട് ഇതിനെ ബിൻ ചിക്കൻ എന്നും ടിപ്പ് ടർക്കി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഈ ഓടിക്കളിക്കുന്ന ക്യൂട്ടീസിന്റെ പേരാണ് ഓസ്ട്രലേഷ്യൻ സോം ഹെൻസ്. ഇത് കണ്ടില്ലേ, മയിലിനെ പോലുള്ള കളറാണ് അതിൻ്റെ ബ്രസ്റ്റിലും അതിൻ്റെ തലയിലും ഒക്കെ വരുന്നത്. എനിക്ക് മയിലിൻ്റെ ഒരു അളിയനൊക്കെ ആയിട്ടാണ് തോന്നാറ്. ഇതാണ് ഓസ്ട്രേലിയൻ മാഗ്പൈ. ഇത് കാണുന്നത് പോലെ അത്ര പാവമൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ബ്രീഡിങ് ടൈമിലെങ്ങാണ് അടുത്തൂടെ പോയ കണ്ണൊക്കെ പറിച്ചോണ്ട് പോവുന്നേ. ഇത് നമ്മുടെ സാധാ പ്രാവ്. ആൻഡ് ഇതൊക്കെ ഞാൻ റാൻഡമായിട്ട് കാണുന്നതാണേ, ഒരു സൂയിലൊന്നും പോയിട്ടല്ല.